ബേസ് പെട്ടെന്ന് സ്ട്രോങ് ആക്കുക എന്ന് പറയും. ബേസ് സ്ട്രോങ് ആക്കാൻ ടൈം എടുക്കും തോറും നമ്മളെ പഠിപ്പിക്കുന്ന ആളുടെ ടേസ്റ്റ് നമ്മളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സ്റ്റൈൽ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. മിക്കില് ഏത് ഒരു സ്റ്റേജിലാണ് കീബോർഡ് പഠിക്കണം അല്ലെങ്കിൽ മ്യൂസിക് അറിയണം എന്ന് തോന്നി? അപ്പം അന്ന് എനിക്ക് ആ പടം 2 കോഡേ അറിയാനുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് അത് മതിയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നേ. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരില്ലായിരുന്നു നമ്മളില്ല. ഇന്നെന്ന് വെച്ചാൽ റെഫറൻസിന് സോഴ്സ് ഒരുപാടാണ്. ചോദിക്കാൻ ആൾക്കാരുണ്ട്, യൂട്യൂബ് ഉണ്ട്, ചാറ്റ് ജി പി ടി ഉണ്ട്. ബാലിച്ചേട്ടൻ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കുന്നത് ബാലിച്ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്യോ? എന്നെന്താ, അതിനല്ലേ അവിടെ ഇരിക്കുന്നത്. എന്തായാലും എൻ്റെ ഫേവറേറ്റ് എല്ലാവരും ഞാൻ വായിച്ച് തന്നെ കേട്ടിട്ടില്ലായിരിക്കാം. എന്നാലും എൻ്റെ ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ. അല്ല, ഇപ്പൊ ഇത്ര നേരം എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ മിഖില് ഏത് ഒരു സ്റ്റേജിലാണ് കീബോർഡ് പഠിക്കണം അല്ലെങ്കിൽ മ്യൂസിക് അറിയണം എന്ന് തോന്നി? ഞാൻ ആക്ച്വലി എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ സ്റ്റോറീസ് ഒന്നും പറയാനില്ല. എന്നാലും ഞാൻ പഠിച്ചു തുടങ്ങിയത് ഒരു UKG പഠിക്കുന്ന ടൈമിൽ. ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്മ എന്നെ കൊണ്ടാക്കി. അപ്പോൾ അവിടെ പോയിട്ടാണ് ആദ്യമായിട്ട് കീബോർഡിൽ നമ്മൾ കൈ തൊടുന്നത്. എനിക്ക് 5-6 വയസ്സുള്ള ആ സമയത്തായിരുന്നു. എന്തായാലും ഇൻസ്പയർഡ് എന്തെങ്കിലും അങ്ങനെ ഇല്ല, ഇൻസ്പിറേഷൻ ഒന്നും പറയാം, വെറും ആഗ്രഹം. അന്ന് ചെറുതായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു, ചെറിയ രീതിയിലൊക്കെ. അത്യാവശ്യം സ്കൂളിലൊക്കെ എനിക്ക് വന്നാൽ LKG ആ ടൈമിലൊക്കെ പാടാനൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം പാട്ട് പാടുമെന്നൊക്കെ വീട്ടിലറിയാം. അപ്പം അങ്ങനെ വന്നപ്പം കീബോർഡിനോട് ചെറിയ എന്തോ ഇവിടുന്ന് ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പം അങ്ങനെ വന്നപ്പം അടുത്തുള്ളൊരു സാറിൻ്റെ അടുത്ത് അമ്മ കൊണ്ട ചേർത്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് കൈവെക്കുന്നത്. അപ്പൊ അന്ന് ജസ്റ്റ് സരിഗമ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നത്. പിന്നെ കർണാട്ടിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെ അതെ അതെ. പിന്നെ ഇടയ്ക്ക് ഹാർമോണിയം ഒക്കെ തന്നിട്ടുണ്ട് ആ സമയത്ത്. ആ ചെറിയ പ്രായത്തിൽ തന്നെ ഹാർമോണിയത്തിൽ ഒന്ന് പ്ലേ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടി. അപ്പൊ അത് വളരെ കുറച്ച് നാളെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ നമ്മുടെ പ്രായത്തിന്റെ ആണല്ലോ, പിന്നെ അവിടെ നിന്ന് മടിയൊക്കെ ഫാമിലിയിലായിരുന്നു. എന്റെ ഫാദർ അത്യാവശ്യം പാടും. അപ്പം അപ്പ എനിക്കൊരു ചെറിയ ടോയ് കീബോർഡൊക്കെ ആ സമയത്ത് മേടിച്ചു തന്നായിരുന്നു. അപ്പം അതിലിങ്ങനെ വെറുതെ നമ്മൾ എന്ത് ട്യൂൺ എന്താണെന്നൊന്നും അറിയത്തില്ല, പാട്ട് കേൾക്കുന്നതനുസരിച്ച് നമ്മുടെ ആ താളത്തിൽ ഇങ്ങനെ വിരൽ പോകും. അല്ലാതെ കറക്റ്റ് ട്യൂണൊന്നും ആയിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അങ്കിൾ എനിക്ക് കുറച്ചുകൂടെ ഒരു നല്ല കീബോർഡ് മേടിച്ചു തന്നു. അതിലാണ് ആക്ച്വലി ഞാൻ സോങ്സ് ഒക്കെ പ്ലേ ചെയ്ത് തുടങ്ങിയത്. അന്ന് പഠിച്ചു തുടങ്ങിയായിരുന്നു? അന്ന് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നില്ല. ഞാനിപ്പോൾ അവിടുത്തെ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ എൻ്റെ ഗ്രാൻഡ് മദർ എന്നെ കൊണ്ടുപോകുമായിരുന്നു കീബോർഡ് പഠിക്കാനായിട്ട്. അതും വളരെ കുറച്ച് മാത്രം, ഏറ്റവും ബേസിക്സ് നൊട്ടേഷൻസ്, അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാൻ പള്ളിയിൽ കൊയറിൽ പ്ലേ ചെയ്യുന്ന ആളെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. അതാണ് നമ്മുടെ ഒരേ ഒരു സോഴ്സ്. അന്ന് നമുക്ക് യൂട്യൂബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഴ്സും ഇല്ല. അപ്പം പള്ളിയിൽ പ്ലേ ചെയ്യുന്ന ആളെ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്നിട്ട് അതുപോലെ പ്ലേ ചെയ്യാനുള്ളൊരു ശ്രമം ഒത്തിരി നടത്തിയിട്ടുണ്ട്. അതെ അതെ. അന്നാണ് നമുക്ക് അതൊന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല. പക്ഷെ അത് അവിടെ ഇരുന്ന് കേട്ടതങ്ങ് ആ കോഡ് പ്രോഗ്രഷനൊക്കെ അങ്ങ് മെമ്മറൈസ് ചെയ്യും. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അത് രസമുണ്ടല്ലോ, എനിക്കതെങ്ങനെ വായിക്കാൻ പറ്റുമെന്ന് ഉള്ള രീതിയിൽ അങ്ങനെ ട്രൈ ചെയ്യും. അങ്ങനെ ചെയ്ത് പഠിച്ച്
ശരിക്കും പറഞ്ഞാൽ അതാണ് എൻ്റെ പഠിത്തം എന്ന് പറയുന്നത്, അല്ലാതെ എങ്ങും പോയി പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. സെൽഫ് ലേണിംഗ് ഏറ്റവും സത്യം പറഞ്ഞാൽ കറക്റ്റ് ബേസിക് നമുക്ക് സെൽഫായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതെ അതെ അതെ. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കോഡ് പ്രോഗ്രഷൻ ഒക്കെ പിന്നെ എങ്ങനെ പഠിച്ചതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് ഓർമ്മയില്ല. എങ്ങനെയോ നമ്മളിലേക്ക് വന്നു ചേരുക എന്ന് പറയത്തില്ല, നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി ആ ഇൻട്രസ്റ്റും മണിക്കൂറുകൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ പ്രായത്തിൽ, ചിലപ്പോൾ ഇന്നാണേ അത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, നമ്മൾ പല കാര്യങ്ങളിൽ ആ ടൈമിൽ നമുക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. പിന്നെ പഠിക്കാനും അത്യാവശ്യം മടിയായിരുന്നുകൊണ്ട് നമ്മൾ ടോട്ടലി അങ്ങനെ മണിക്കൂറുകൾ ഇരുന്ന് അതിനൊക്കെ ചീത്ത കേൾക്കുമായിരുന്നു കുറെ സമയം, ഒരു പരിധി കൂടുതലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ. അങ്ങനെ മീൻസ് പഠിക്കാനുള്ള സമയമാണല്ലോ, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വഴക്കൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ നമുക്കിതാണല്ലോ ഇൻട്രസ്റ്റ്. പക്ഷെ അന്ന് അങ്ങനെ നമുക്കൊരു എയിമോ എനിക്കൊരു കീബോർഡിസ്റ്റ് ആവണമെന്നോ ഫ്യൂച്ചർ അങ്ങനെ ചിന്തിക്കുന്നില്ല. പഠിക്കണം, എവിടെയെങ്കിലും ഒക്കെ പ്ലേ ചെയ്യണം. അന്ന് എനിക്ക് ആ പാടെ 2 കോഡേ അറിയാവുള്ളായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അത് മതിയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നേ. പക്ഷെ അന്ന് ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞു ഈ 2 കോഡ് കൊണ്ട് നീ എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങി. മീൻസ് ഈ കോഡിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ തിയറിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ അതിനൊരു ട്യൂൺ ഉണ്ട്. എല്ലാ സ്കെയിലും ഒരു ട്യൂൺ ഉണ്ട്. മേജർ സ്കെയിലിന് ഒരു ട്യൂൺ ഉണ്ട്, മൈനർ സ്കെയിലിന് ഒരു ട്യൂൺ ഉണ്ട്. ആ ട്യൂൺ വെച്ച് ഞാൻ C തൊട്ട് B വരെ കണ്ടുപിടിച്ചു. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്കെയിലും അങ്ങനെ ചെയ്ത. അല്ലാതെ ഇപ്പോഴാണെന്ന് നമുക്കറിയാം ടോൺ സെമി ടോൺ എന്നൊക്കെ പറഞ്ഞ് തിയറി പറഞ്ഞ നമ്മളത്. ഞാൻ പിന്നെ കുറച്ച് മ്യൂസിക് തിയറി ഒക്കെ പഠിച്ചായിരുന്നു, പക്ഷെ അന്ന് നമുക്ക് ഈ തിയറി ഒന്നുമല്ല. മേജർ എന്ന് പറയുമ്പോ മൈനർ ആകുമ്പോ ഈ ട്യൂൺ മനസ്സിൽ വെച്ചിട്ട് C തൊട്ട് B വരെ കണ്ടുപിടിച്ചു, അത് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയാണ് ഏകദേശം കണക്ഷൻസ് കിട്ടി, അത് വെച്ച് കോഡ്സ് കിട്ടി, പിന്നെ ലീഡ് വായിക്കാൻ പഠിച്ചു. അങ്ങനെ സത്യം പറഞ്ഞാൽ പള്ളി വായിച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പള്ളി വായിക്കാൻ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഏത് പാട്ട് കിട്ടിയാലും ബാക്കി. പിന്നെ അതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിച്ച് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സ്കില്ല് കിട്ടും. അതായത് ഇപ്പം പള്ളിയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പാട്ട് പറയുന്ന മാത്രമല്ല, ഈ കുറച്ച് പ്രയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പ്രയർ പറയുന്ന ആള് അവർക്ക് ഇഷ്ടമുള്ള ഒരു പിച്ചിലായിരിക്കും പാടുന്നത്, നമ്മളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ അത് ചെയ്താണ് അങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തത്. പിന്നെ അങ്ങനെ സ്കൂളിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി. കോമ്പറ്റീഷൻസ് ഞാൻ കീബോർഡ് അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷന് ലൈറ്റ് മ്യൂസിക്കിനായിരുന്നു പങ്കെടുത്തോണ്ടിരുന്നത്. ചെറിയ രീതിയിൽ പാടുമായിരുന്നു. അങ്ങനെ വോക്കലിനാണ് ചെറിയ രീതിയിൽ കോമ്പറ്റീഷൻസ് കൂടുതലും ലൈറ്റ് മ്യൂസിക്കും മാപ്പിളപ്പാട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അങ്ങനെ അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഭയങ്കര ഈ ഡിവോഷണൽ മൂഡ് മാത്രമായിരുന്നു ആ ഒരു സമയം. കാരണം നമ്മൾ അതിനപ്പുറത്തേക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്നില്ലായിരുന്നു, ചെയ്യുന്നുമില്ല, നമുക്ക് ആരും അറിയത്തുമില്ല. അതെ. പിന്നെ എനിക്കൊന്നും ഒരു കോളേജിലൊക്കെ കയറി കഴിഞ്ഞ ആ സമയം തൊട്ടാണ് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ബാക്കി ഫിലിം മ്യൂസിക് വായിക്കുന്ന എന്നെ ഇടയ്ക്ക് തന്നെ ഒരു സാറ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അപ്പം സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കുന്നതല്ലാതെ വേറെ ഒന്നും വായിക്കരുതെന്ന് പറയും. ഗ്രേഡ് ഒന്നും ആയിട്ടില്ല, ഏറ്റവും ബേസിക്സ് തന്നെയാണ്. അത് ഞാൻ പണ്ട് പഠിച്ചത് തന്നെ വേറൊരാളെ വന്നപ്പം ആ സാർ വീണ്ടും എന്നിട്ട് പഠിപ്പിക്കുന്നു, അങ്ങനെയാണ്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് സ്ട്രിക്ട്ലി പുള്ളി പഠിപ്പിക്കുന്നതേ വായിക്കാവുള്ളൂ. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. അപ്പം ഞാൻ സാറ് വരുമ്പോൾ മറ്റേ ആറ്റിൻകര വരത്ത് കാറ്റാടി തണൽ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊക്കെ വഴക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കും അന്ന് നമ്മളത് കേട്ടിരുന്നെങ്കിൽ നമ്മൾ മറ്റേ ബുക്ക് നോക്കി ഇങ്ങനെ വായിക്കുന്ന അങ്ങനെ ആയി പോയേനെ. നമുക്കിപ്പം കുറച്ചുകൂടെ സെൽഫായിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നത് നമ്മൾ കുറച്ചൊക്കെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടാ. അന്ന് പറഞ്ഞു തരുന്നവർക്ക് അവര് വിചാരിക്കും അയ്യോ ഇത് ചെറുക്കൻ ഇത് മോശമായി പോകും, അല്ലെ ഒന്നും ആകത്തില്ലല്ലോ. അവര് നല്ല ഉദ്ദേശത്തിൽ തന്നെ പറഞ്ഞു തരുന്നത്. പക്ഷെ നമുക്ക് ഇതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിലായി പോകും. നമുക്ക് നമ്മളുടേതായിട്ടുള്ള കേട്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങൾ വേണമല്ലോ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ. എന്നോട് അങ്ങനെ പഠിച്ച പലരും പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് നൊട്ടേഷൻ ഇല്ലാതൊന്നും പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വലിയ പ്രശ്നം ഇതാ, നമ്മളൊരു പരിധിക്കപ്പുറം നമ്മൾ റൂൾസിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഇതാ, കുറച്ചൊക്കെ റൂൾസ് ബ്രേക്ക് ചെയ്യണം ഉറപ്പായിട്ടും. ഞാൻ അതാ കുറച്ച് മുന്നേ പറഞ്ഞു, നമുക്കൊരു ബേസിക് പഠിക്കാൻ എടുക്കുന്ന ടൈമില്ലേ, അത് ഏറ്റവും കുറഞ്ഞ സമയത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം നമ്മളെ കയ്യിൽ നിൽക്കും. അതെ. ബേസ് സ്ട്രോങ് ആയ ബേസ് പെട്ടെന്ന് സ്ട്രോങ് ആക്കുക എന്ന് പറയും. ബേസ് സ്ട്രോങ് ആക്കാൻ ടൈം എടുക്കും തോറും നമ്മളെ പഠിപ്പിക്കുന്ന ആളുടെ ടേസ്റ്റ് നമ്മളിലോട്ട് വന്നുകൊണ്ടിരിക്കും. ആ ഒരു സ്റ്റൈൽ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. അത് കുറയ്ക്കുക. നമ്മൾ പഠിപ്പിക്കുന്ന ഗുരു ആണെങ്കിൽ പോലും സാറിന്റെ സ്റ്റൈൽ നമ്മൾ എടുക്കണ്ട,
ആ മ്യൂസിക് സാറിന് മ്യൂസിക് എടുത്താൽ മാത്രം മതി. സാർ എന്താണ് പറഞ്ഞിരുന്നത്, ആ മ്യൂസിക് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ തന്നെ നമ്മളുടേതായിട്ടുള്ള ഡെവലപ്പ് ചെയ്യണം. അവിടുന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ ചായത് വരാതെ നമുക്ക് ഓൺ സ്റ്റൈൽ കിട്ടും. എനിക്കൊന്നും അത് കിട്ടിയിട്ടില്ല, പക്ഷേ എന്നാൽ പോലും ഞാൻ ടൈം എടുത്ത് എൻ്റെ സ്റ്റൈലോട്ട് ആക്കി എടുത്താണ്. പക്ഷേ ടൈം എടുക്കേണ്ടി വന്നു, ഒത്തിരി ടൈം എടുത്തു എനിക്ക് എൻ്റെ ഒരു സ്റ്റൈലിലോട്ട് എൻ്റെ മ്യൂസിക്കിനെ കൊണ്ടെത്തിക്കാൻ. കാരണം പലയിടത്തു നിന്നായിട്ടുള്ള കുറേ ഗമകാസ് കർണാട്ടിക്കിൻ്റെ ഒരു പറയുന്നത് എന്താണ്, പാണി എന്ന് പറയും, പാണികൾ കൊണ്ട് നിറഞ്ഞു പോയി. പഠിച്ച് ഈ സ്റ്റൈലിൽ കയ്യിൽ നിന്ന് പോകുന്നില്ലല്ലോ, ഇന്ന പാട്ട് വായിക്കും കർണാട്ടിക്ക് വരും, അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാനുള്ള ടൈം, ആ ഒരു ടൈം പീരീഡ് പഠിക്കുന്ന ആദ്യത്തെ ഒരു ബേസിക് സ്റ്റേജ് നമുക്ക് എത്രയും ക്യൂരിയസ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. ടൈം കുറച്ചെടുത്ത് ബേസിക് കിട്ടും, നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതേ നമ്മളൊരു മ്യൂസീഷ്യനായിട്ട്. അതുപോലെ ഇപ്പം ബാലിച്ചേട്ടൻ ഇൻസ്പയർ ചെയ്ത പോലെ എനിക്കൊരു റോൾ മോഡൽ ഉണ്ടായിരുന്നു, നൺ അതർ ദാൻ സ്റ്റീഫൻ ദേവസി. എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആ സമയത്താണ് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരാള് ഉണ്ടെന്നൊക്കെ കണ്ടു തുടങ്ങുന്ന ഒരു ടൈമാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് കോഡ് പറയുക, ഇങ്ങനെ എന്റെ മനസ്സിൽ അതിനപ്പുറത്തൊരു രോഗമില്ല. ഇങ്ങനെ ഒരാളെ കണ്ടപ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടല്ലേ, ഒരു സോളോ പെർഫോമൻസിന് ഒരു സ്കോപ്പ് ഉണ്ടല്ലേ, ഗീറ്റാർ, അതൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഒരു എനിക്കൊന്ന് അദ്ദേഹമാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യയിൽ ഗീറ്റാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീഫൻ ദേവസിയാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട്, ഒരു സോളോ പെർഫോമൻസിന് ഒരു സ്കോപ്പ് ഉണ്ടെന്നൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ നമ്മുടെ ആ ഒരു വിഷൻ കംപ്ലീറ്റ്ലി അങ്ങ് മാറി. അത് മാത്രമല്ല ഈവൻ അദ്ദേഹം പിയാനോ വായിക്കുമ്പോൾ പോലും നമ്മൾ നോർമലി കേൾക്കുന്ന പ്രോഗ്രഷൻസോ ഒന്നുമല്ല, ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, നമ്മളെ ഫീൽ ചെയ്യുന്ന പോലത്തെ കോഡ്സ് യൂസ് ചെയ്യുക. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞാൽ നമുക്ക് ആരോടും ചോദിക്കാനില്ല, ഇത് ഏത് കോഡാണെന്ന് ചോദിക്കാൻ ഒരാളില്ല, നമ്മളിരുന്ന് കഷ്ടപ്പെടും ഇത് കണ്ടുപിടിക്കാൻ. അദ്ദേഹം ഇപ്പോൾ മേജർ സ്കെയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഡി മേജർ കോഡിൽ ഒരു ഈ ഡിമ്മൊക്കെ വായിക്കുമ്പോൾ നമ്മളങ്ങ് വല്ലാതെ അങ്ങ് ചോദിക്കുന്ന, പക്ഷേ ഇതാ ആരോട് ചോദിക്കണത് ഈ ഡിമ്മാണെന്ന് പറഞ്ഞുതരാൻ ആരുമില്ല. നമ്മൾ പിന്നെ ഇരുന്ന് എല്ലാ പോസിബിൾ കീസും ഇങ്ങനെ ചെയ്ത് അവസാനം ആ സാധനം കിട്ടുമ്പോൾ സന്തോഷം, ആ സാധനം എനിക്ക് കിട്ടി. അതിപ്പോ കിട്ടാറില്ലല്ലോ, അന്നത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ നമുക്ക്. റെഫറൻസ് ഇല്ലാതെ ഇരിക്കുമ്പോ നമ്മള് സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി. ഇന്നെന്ന് വെച്ചാൽ റെഫറൻസിന് സോഴ്സ് ഒരുപാടാണ്, ചോദിക്കാൻ ആൾക്കാരുണ്ട്, യൂട്യൂബ് ഉണ്ട്, ചാറ്റ് ജി പി ടി ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റിയും അതിനുള്ള എന്താ പറയുക കുറഞ്ഞു വരിക. നല്ലതുമാണ്, പെട്ടെന്ന് കിട്ടും, നമുക്ക് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ആ കാലത്ത് നമ്മൾ എഫേർട്ട് ഇട്ട് സ്വയമായിട്ട് കണ്ടുപിടിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇന്ന് കിട്ടത്തില്ല. ഇന്നിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. പിന്നെ ഒരു അവസരത്തിൽ എടുക്കാൻ ഒക്കത്തില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അതെ ഇങ്ങനെ കിട്ടുന്നത് മറ്റേത് നമ്മളെ കിടക്കും. അതെ. അപ്പം ഞാൻ ബാലഭാസ്കറിനെ പറ്റി അദ്ദേഹത്തെ പ്രോഗ്രാം കാണാൻ പോയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ ഓർക്കുമായിരുന്നു, അന്നത്തെ എൻ്റെ ഡ്രീമായിരുന്നു സ്റ്റീഫൻ ദേവസി ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് കാണാൻ പറ്റി. കോട്ടയത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ +1 or +2 പഠിക്കുന്ന ആ ടൈമിലാണ് കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം വന്നു. അപ്പോൾ അതിനു മുമ്പൊക്കെ സ്റ്റീഫൻ ദേവസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭ്രാന്തായിട്ടിരിക്കുന്നൊരു സമയമാണ്. TV വിലൊക്കെ കണ്ടാൽ നമ്മളങ്ങ് എന്താ പറയുക, അങ്ങ് മതിമറക്കാന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഒരു ഇവല്യൂഷൻസ് എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം വരുന്നു. അപ്പോൾ അത് എന്നെ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തു. അദ്ദേഹത്തെ നമുക്ക് വെറുതെ പോയി അങ്ങനെ കാണാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. എൻ്റെ അങ്കിള്, എൻ്റെ അമ്മയുടെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ ബ്രദറിനുമായിട്ട് കണക്ട് ചെയ്ത് തന്നു ഒരാൾ വഴി. അപ്പോൾ അങ്ങനെ എനിക്ക് സ്റ്റേജിലോട്ടൊരു ആക്സസ് കിട്ടി കയറാനായിട്ട്. അതുപോലെ എൻ്റെ ഫാദർ ഒരു ടിക്കറ്റ് സംഘടിപ്പിച്ചു. അപ്പം അങ്ങനെ എനിക്ക് അവിടെ പോകാൻ പറ്റി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പോയി കാണാൻ പറ്റി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് സാം സാറിനെ കണ്ടു, സ്റ്റീഫൻ സാറിൻ്റെ ചേട്ടനെ. അപ്പോൾ ഓക്കെ മറ്റേ ആള് പറഞ്ഞ ആളല്ലേ എന്ന് പറഞ്ഞ് എന്നെ സ്റ്റേജിൽ കയറ്റിക്കൊണ്ട് കാണിച്ചു. അന്നത്തെ ദിവസം ഞാൻ എൻ്റെ സൗണ്ട് ചെക്ക് ടൈം ഞാൻ എൻ്റെ ലൈഫിൽ അത് മറക്കത്തില്ല. ആ ദിവസം അത്ര നമ്മൾ എന്താ പറയുക, നമ്മുടെ എല്ലാമായിട്ട് കണ്ട ഒരാളെ ഫ്രണ്ടിൽ നേരിട്ട് കാണും. അതും നമ്മൾ ദൂരെ അല്ല, നമുക്ക് അടുത്ത് ചെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഫോട്ടോ എടുത്ത് ഓട്ടോഗ്രാഫ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു സാധനം ഒന്നും കാണാൻ വാങ്ങിച്ചായിരുന്നു, എൻ്റെ ഇപ്പോഴും ഉണ്ട്. അപ്പം ഓക്കെ, അപ്പം ആ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മളെ എത്ര ഇൻസ്പയർ ചെയ്യും. ഇപ്പൊ ബാലിച്ചേട്ടൻ പറഞ്ഞപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ കൂടെ പോയ കാര്യം അതായിരുന്നു. ഭയങ്കര മൊമെന്റ്. അത് കഴിഞ്ഞ് ഏകദേശം അതിനോട് അടുപ്പിച്ച് തന്നെ 2 തവണ പബ്ലിക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് കാണാനുള്ള ഭാഗ്യം കിട്ടി. അപ്പം അദ്ദേഹം, ഞാൻ പറഞ്ഞു അദ്ദേഹം എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. സത്യം പറഞ്ഞ ഇവർ രണ്ടുപേരില്ലായിരുന്നു നമ്മളുമില്ല. സത്യം എല്ലാവരും പറഞ്ഞൊരു കാര്യം. ഒരു മ്യൂസീഷ്യന് ഒരു വഴി, ഒരു പുതിയൊരു വേ അല്ലേ. ഇപ്പം ഗിറ്റാറാണേലും വയലിൻ, ഇലക്ട്രിക്. ഇപ്പൊ ബാലിച്ചേട്ടൻ വായിക്കുന്ന ബാലിച്ചേട്ടൻ അത് കാണിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇനി എത്രയോ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം
ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ചാൻസ് ചോയ്സ് എത്ര അതെ 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 ആ ഒരു ധൈര്യം ഒരാൾ കാണിക്കണമല്ലോ. ജീവിക്കുന്നു, ഞാൻ ഉൾപ്പെടെ എത്ര പേര് ഇതുകൊണ്ട് ജീവിക്കുന്നു. പുള്ളിക്ക് അന്ന് ആ ഒരു ഐഡിയ തോന്നിയില്ലായിരുന്നെങ്കിൽ, ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ കട്ടയൊക്കെ അങ്ങനല്ല, നമ്മള് വേറെ വഴിക്ക് ചിന്തിച്ചാണ് ഏതെങ്കിലും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പഠിച്ചു വന്നാണ് കർണാട്ടിക് ഒരു ഇത് ഫോളോ ചെയ്ത് പോകും, അല്ലെങ്കിൽ വോക്കൽ വെച്ചിട്ട് ഇപ്പൊ ബാൻഡ് ആണെങ്കിൽ അങ്ങനെ ഈ ഒരു സംഭവം ഒരു കോൺസെപ്റ്റ് വരത്തില്ല. ഈ ബാലഭാസ്കറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തോട് ഇങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് മ്യൂസിക് കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു മ്യൂസിക് കൊണ്ട് ജീവിക്കാം. ആ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടോ? തെളിയിച്ചു കൊടുത്തു. മ്യൂസിക് കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? കമോൺ. അപ്പം ശരിക്കും അവിടുന്ന് ഐ വോണ്ട് ടു പ്രൂവ് myself and to that person that മ്യൂസിക് കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ, വേറെ എന്തെങ്കിലും കരിയർ ഓപ്ഷൻസ്. പക്ഷേ നമ്മുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം സക്സസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്ര നേരം എന്നോട് സംസാരിച്ചതിൽ. ഇപ്പം ഞാനൊരു ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ട് ഞാൻ വിശാലേട്ടനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ബാലുച്ചേട്ടൻ ഗസ്റ്റായിട്ട് വരണമെന്ന് എനിക്കൊരു ആദ്യം ഇങ്ങനെ ചോദിച്ചു, എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു. നീ പറയടാ എന്നാന്ന് പറ, ഈ പുള്ളി എന്നാ ചിന്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു സാധിച്ചു തരാൻ വലിയൊരു ആഗ്രഹമല്ല, പക്ഷെ എനിക്ക് ഒരു വലിയ മൊമെൻ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മ്യൂസിക്കൽ ടോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് ഗസ്റ്റായിട്ട് ബാലുച്ചേട്ടൻ വരുവാണെങ്കിൽ സന്തോഷമായിരുന്നു, ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനാണ് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കൊന്ന് കുറേ നാൾ മുമ്പാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പം അതിനോട് ഈ സാഹചര്യം ഒത്തു വന്നു. ബാലുച്ചേട്ടാ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദിയുണ്ട്. എനിക്കും ഓൾ ദ ബെസ്റ്റ്. എന്തായാലും പുതിയൊരു ജേണി. താങ്ക് യു സോ മച്ച്. എന്നെ വെച്ച് തുടങ്ങിയാൽ നല്ല തുടക്കമാണ്. ഞാനാ പറയുന്നത്. താങ്ക് യു. എനിക്കൊന്ന് ഇപ്പോൾ ഒരുപാട് പേർക്ക് ബാലുച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഇൻസ്പയറിംഗ് ആയിട്ട് ഫീൽ ചെയ്തതാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ മ്യൂസിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഇനിയും ഇതുപോലെ ഒരുപാട് പേരുമായിട്ട് വരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്ന വിശാലേട്ടനോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന വിശാലേട്ടൻ്റെ റൂമിലാണ്, ആള് സെറ്റ് ചെയ്ത സ്റ്റുഡിയോ ആണിത്. ഇത്ര നല്ലൊരു ആംബിയൻസും അറേഞ്ച്മെൻറ്റും ഒക്കെ നമുക്ക് ചെയ്തു തന്നു. താങ്ക് യു വിശാലേട്ടാ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം വിശാൽ വഴി തന്നെയാണ് മികലിനെ പരിചയം. വിശാൽ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മൾ ഇനിയും അടുത്ത ഷോ. എന്തായാലും ചേട്ടനെ കാണാൻ പറ്റിയതിൽ, ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.